യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തായാലും നമുക്ക് ആ കമ്മീഷണറുമായിട്ടൊന്ന് സംസാരിക്കാം. പ്രിയോ നന്ദനോ ആരെയാണെങ്കിലും ഇനി എങ്ങനെ നേരിടണമെന്നുള്ളത് കമ്മീഷണർ തീരുമാനിക്കട്ടെ. എന്താ? അപ്പൊ താൻ പറയുന്നത് കോടതിയിൽ അരുണിമാന്റിക്ക് ജാമ്യം കിട്ടില്ലെന്നാണോ? വഴി മാറ്റി പറയാനുള്ള സാധ്യതയല്ല എനിക്ക് സംശയം. അതെന്താ അങ്ങനെ തോന്നേ? എനിക്കൊന്നും ഓർമ്മയില്ലെന്നാ ആന്റി കോടതിയിൽ ശരിക്കും പറയേണ്ടത്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാ. ആദ്യത്തെ കുത്ത് താനാണ് കുത്തിയതെന്ന് തന്നെ ആന്റി പറയും. മനസ്സിലായി. ആന്റിയുടെ മനസ്സിൽ അതിപ്പോഴും പൂജ ചെയ്തതായ രജിസ്റ്റർ ചെയ്തിരിക്കുന്നേ. എക്സാക്ട്ലി. പിന്നെ എനിക്ക് മറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. മൊഴികളിലെ വൈരുദ്ധ്യത്തെ കോടതി മുമ്പാകെ സ്ഥാപിക്കുക. ആ ദേ തന്റെ ക്ലയന്റ് വന്നെന്ന് തോന്നുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കോടതിയിൽ ഞാൻ പോകുന്നില്ലടോ. എനിക്കൊന്നും കേൾക്കാൻ വയ്യ. താൻ എന്തായി പറയുന്നത്? കേസിന്റെ പ്രധാന ഭാഗം നടക്കുന്ന ദിവസം അരുണിമ തന്നെ അന്വേഷിക്കില്ലേ? ഞാൻ കോടതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അരുണിമ എന്നെ കേസ് ഏൽപ്പിച്ചിന്. അവൾക്ക് ഞാനിപ്പോഴും ഒരു അന്യനാ. എന്നെ അവൾ അംഗീകരിച്ചിട്ടില്ല. എന്നെയും എന്റെ മകളെയും അവൾ തള്ളിക്കളഞ്ഞിരിക്കുക. അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. അരുണിമയുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ? അല്ലടോ, അവളെ അങ്ങനെ ആക്കിയതാ. എന്നെ അരുണിമയും വേർപെടുത്തിയത് ആ പൂജയാ. അവളും അവളുടെ ഭർത്താവും നടത്തുന്ന നാടകത്തിന്റെ ഭാഗമാണ് ഈ കേസും കൊലപാതകവും ഒക്കെ. താൻ ഇങ്ങനെ വാലും തുമ്പില്ലാതെ ചിന്തിക്കല്ലേ. നമ്മളറിയാത്ത, ഒരുപക്ഷെ ശ്രദ്ധിക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഈ കേസും അങ്ങനെയാ. പുത്രി സ്നേഹത്താൽ താൻ പലപ്പോഴും ചില കാര്യങ്ങൾ ചിന്തിക്കുന്നേയില്ല. താൻ എന്താ പറഞ്ഞു വരുന്നേ? ഈ കൊലപാതകം എങ്ങനെയാ ഒരു നാടകത്തിന്റെ ഭാഗമാകുന്നത്? സ്വന്തം വീട്ടിൽ ഒരു കൊലപാതകം നടത്താൻ മാത്രം മണ്ടനാണോ അർജുൻ? ഈ കൊല്ലപ്പെട്ട സാക്ഷി എന്തിനാണ് അർജുന്റെ വീട്ടിൽ കയറിയത്? എനിക്ക് തോന്നുന്നത് താൻ സഞ്ചരിക്കുന്നത് റോങ് വേയിലൂടെയാണെന്നാണ്. താൻ പറയുന്നത് ശരിയാണെങ്കിൽ അർജുൻ ഇന്ന് വാദിച്ച അരുണിമയെ പുറത്തിറക്കണ്ടേ? എന്നാ താൻ നോക്കൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ അരുണിമയെ പുറത്തിറക്കില്ല. ആ വിധി കേൾക്കാൻ ഞാൻ കോടതി പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്നാലും മതി. എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോഴും തല കുനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യടോ. ഭാര്യയും മകളും ക്രിമിനൽ കേസിൽ വിചാരണ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനോട് ഞാൻ. അങ്ങനെയൊന്നുമല്ല. താൻ വെറുതെ ഓരോന്ന് ഗണിച്ച് പറയണ്ട. വിധി വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല. എന്റെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ അവസാനമായി ഇന്ന് സ്വന്തം ഭാര്യയുടെ കേസ് പോലും വാദിക്കാൻ കഴിയാത്ത അഡ്വക്കേറ്റ് നന്ദഗോപൻ. ഇതിപ്പോ എന്താ പോകാനോട് വേണ്ടത്? എനിക്ക് നീ എന്തു വരാൻ? ഭാര്യയും പോയി, മകളും പോയി. അമ്മ എന്ന പുഴയെ ധ്യാനിക്കുമ്പോ അച്ഛൻ എന്ന കടലിനെ മക്കൾ മാർക്കുമെന്ന് പറയാറില്ലേ? അതുപോലെ ബന്ധങ്ങൾ അതേപടി നിലനിൽക്കണമെങ്കിൽ വെട്ടിയായിട്ട് തുടരുക. സത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക. അതേ നിവൃത്തിയുള്ളൂ.
CR 1197/2023 സാക്ഷി സേനാപതി കൊലക്കേസ് അക്യൂസ്ഡ് നമ്പർ 1 അരുണിമ നന്ദഗോപൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ. യുവർ ഓണർ, സാക്ഷി സേനാപതി എന്ന കുറ്റവാളി ജയിൽ ചാടി വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോൾ ഉണ്ടായ ഒരു കൊലക്കേസിൽ പോലീസ് സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അരുണിമ നന്ദഗോപന്റെ ജാമ്യ ഹർജിയിൽ കക്ഷിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള എനിക്ക് കോടതി മുമ്പാകെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. താങ്ക് യു യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ സംശയത്തിന്റെ പേരിലാണ് അരുണിമയെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അവർ സ്വമേധയാ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ കുറ്റം സമ്മതിച്ചിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവർ ഓണർ, അങ്ങനെയാണെന്ന് വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം. പക്ഷേ പോലീസിനു മുമ്പിൽ ഒരാൾ കീഴടങ്ങുമ്പോൾ പോലീസ് എന്താണ് ചെയ്യേണ്ടത്? പ്രതിയെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കണം. ഈ കേസിൽ അങ്ങനെ ഒരു കാര്യം നടന്നതായി എവിടെയും പരാമർശിച്ചു കണ്ടില്ല. തെളിവുകൾ സമയബന്ധിതമായി സമാഹരിക്കുകയും പ്രതിക്കെതിരായ ദൃക്സാക്ഷികളെ ഹാജരാക്കുകയുമാണ് പോലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരു സ്റ്റേഷനിൽ പോയി കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചാൽ ഉടൻ തന്നെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയല്ല വേണ്ടത്. യുവർ ഓണർ, ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ശാസ്ത്രീയ പരിശോധനകളുടെയും റിപ്പോർട്ട് കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയും. യുവർ ഓണർ, പോലീസ് ഇതൊക്കെ ഹാജരാക്കുന്നതുവരെ എന്റെ കക്ഷിക്ക് സ്വാഭാവികമായിട്ടുള്ള നീതി നിഷേധിക്കരുത്. അഡ്വക്കേറ്റ് അർജുൻ, ജാമ്യാപേക്ഷയിൽ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യമെന്താ? യുവർ ഓണർ, കൊല്ലപ്പെട്ടത് കോടതി ശിക്ഷിച്ചിട്ടുള്ള ഒരു പ്രതിയാണ്. ഈ പ്രതിയെ ജയിലിൽ സംരക്ഷിക്കേണ്ട ചുമതല ഇവിടുത്തെ ഗവൺമെന്റിനാണ്. അപകടകാരിയായ ഒരു പ്രതിയെ ജയിലിൽ സൂക്ഷിക്കാൻ കഴിയാത്തൊരു വ്യവസ്ഥിതിയാണ് ഇവിടെ നിലവിലുള്ളത്. സ്റ്റേറ്റിന്റെ ആ ചുമതല ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രതിക്കെതിരെ മൊഴി കൊടുത്ത ആളിനെ വകവരുത്താൻ വേണ്ടി സാഹചര്യമൊരുക്കുകയും ഒരു പറ്റം ഗുണ്ടകളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപാതകം നടത്താൻ ശ്രമിക്കുകയും ചെയ്ത സാക്ഷി സേനാപതി എന്ന ക്രിമിനലാണ് കൊല്ലപ്പെട്ടത്. മിസ്റ്റർ അഡ്വക്കേറ്റ്, താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്താ? ഒരു പ്രതിക്ക് ജീവിക്കാനുള്ള അവകാശമില്ലെന്നാണോ? അതോ കോടതി ശിക്ഷിച്ച ഒരാളെ ഇങ്ങനെ നിഷ്കരണം ആർക്ക് വേണമെങ്കിലും കൊല്ലാമെന്നാണോ? ഒരു കൊലപാതകത്തെ പോലും ഞാൻ ന്യായീകരിക്കില്ല. പക്ഷേ ഈ കേസിന്റെ നാൾവഴികൾ ഞാനൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ പോയിന്റ്? അത് പറയൂ. യുവർ ഓണർ, എന്റെ കക്ഷി അരുണിമ കഴിഞ്ഞ കുറെ നാളുകളായി അമ്നേഷ്യക്ക് ചികിത്സയിലാണ്. എ മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് മേക്സ് യു അൺഏബിൾ ടു റിമെമ്പർ തിങ്സ്. യുവർ ഓണർ, ഈ വിഷയം ഞാൻ മുമ്പൊരിക്കൽ മറ്റൊരു കേസിന്റെ വിചാരണയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവർക്ക് ദീർഘകാലമായ ലോസ് ഓഫ് മെമ്മറി ഉണ്ട്.